തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കരുണയുടെ ചെറിയ പ്രവൃത്തി ദൈവസന്നിധിയിൽ മഹത്തായ ഒരു സമർപ്പണമാണ്. നാസിയാൻസിലെ വിശുദ്ധനായ ഗ്രിഗറി പ്രകാരം പറഞ്ഞു, ആവശ്യക്കാരൻ എന്തെങ്കിലും നൽകുക അത് എത്ര ചെറിയതാണെങ്കിലും ഒന്നുമില്ലാത്തവന് അത് ചെറുതല്ല. നമുക്ക് കഴിയുന്നത് നൽകിയാൽ ദൈവത്തിനും അത് ചെറുതല്ല. ഒന്നാമതായി, ദൈവം ദാനത്തിന്റെ വലിപ്പമല്ല, ഹൃദയത്തിന്റെ ആഴമാണ് കാണുന്നത്. ഗോഡ് ലുക്സ് അറ്റ് ദി ഹേർട്ട്, നോട്ട് ദി സൈസ് ഓഫ് ദി ഗിഫ്റ്റ്. യേശുക്രിസ്തു ദേവാലയ ഭണ്ഡാരത്തിൽ 2 ചെറുകാശ് നൽകിയ വിധവയെ എല്ലാവരിലും ശ്രേഷ്ഠയെന്ന് പ്രഖ്യാപിച്ചു. കാരണം അവൾ സമ്പത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് നൽകി. മർക്കോസിന്റെ സുവിശേഷം 12:43, ഈ ദരിദ്ര വിധവ എല്ലാവരിലും അധികം ഇട്ടിരിക്കുന്നു. ഓരോരുത്തൻ മനസ്സിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7. ചെറിയ ദാനങ്ങൾ പോലും വലിയ സ്നേഹത്തോടുകൂടെ നൽകുമ്പോൾ ദൈവരാജ്യത്തിൽ വലിയ ഫലം ഉണ്ടാക്കുന്നു. No act of kindness, no matter how small, is ever wasted. ഈസോപ്പ് ഉദ്ധരണിയിൽ ഇപ്രകാരം വായിക്കാൻ സാധിക്കും, ചെറിയ ദയാപ്രവൃത്തിയും ഒരിക്കലും വെറുതെയാകുന്നില്ല. 2, കരുണ ദൈവത്തിന്റെ സ്വഭാവമാണ്. Mercy reflects the character of God. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിലും പ്രകടമാകണം. വിശക്കുന്നവനെ തീറ്റുക, രോഗിയെ സന്ദർശിക്കുക, ഒറ്റപ്പെട്ടവനെ ആശ്വസിപ്പിക്കുക, ഇവയെല്ലാം ക്രിസ്തുവിനോടാണ് ചെയ്യുന്നത്. ബൈബിൾ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് മത്തായി ശ്ലീഹ 5:7 നാം വായിക്കുന്നുണ്ടല്ലോ. കരുണയില്ലാത്ത വിശ്വാസം അപൂർണമാണ്. സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാകണം. മദർ തെരേസ പറയുന്നു, ദി ഫ്രൂട്ട് ഓഫ് ലവ് ഈസ് സർവീസ്. സ്നേഹത്തിന്റെ ഫലം സേവനമാണ്. 3, കൊടുക്കുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കും. ദി ഗിവർ എക്സ്പീരിയൻസസ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ നല്ല ഭണ്ഡാര വിചാരകരാകുവാൻ നമ്മെ വിളിക്കുന്നു. സമ്പത്ത് മാത്രമല്ല, സമയം, സ്നേഹം, പ്രാർത്ഥന, ആശ്വാസവാക്ക് എന്നിവയെല്ലാം വിലപ്പെട്ട ദാനങ്ങളാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ അധികം ഭാഗ്യമുണ്ട് എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 11:25, ദാനശീലൻ സമൃദ്ധി പ്രാപിക്കും. ദൈവത്തിനു വേണ്ടി കൊടുക്കുന്ന ഒന്നും നഷ്ടമാകുന്നില്ല, അത് നിത്യഫലം നൽകും. വി മേക്ക് എ ലിവിങ് ബൈ വാട്ട് വി ഗെറ്റ്, ബട്ട് വി മേക്ക് എ ലൈഫ് ബൈ വാട്ട് വി ഗിവ്. വിൻസ്റ്റൺ ചർച്ചിൽ ഇപ്രകാരം പറയുന്നു, നാം നേടുന്നതിലൂടെ ഉപജീവനം നടത്തുന്നു, എന്നാൽ നാം നൽകുന്നതിലൂടെയാണ് ജീവൻ നിർമ്മിക്കുന്നത്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ ഉള്ളത് എത്രയെന്നല്ല, നീ സ്നേഹത്തോടെ പങ്കുവെക്കുന്നുണ്ടോ? നിന്റെ സമ്പത്ത് എത്രയെന്നല്ല, നിന്റെ ഹൃദയം എത്ര വിശാലമാണോ? നിനക്ക് കഴിയുന്നത് നീ ദൈവത്തിനു വേണ്ടി ചെയ്യുമോ? ബ്ലെസ്ഡ് ആർ ദി മേഴ്സിഫുൾ, ഫോർ ദേ ഷാൾ ഒബ്റ്റെയിൻ മേഴ്സി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.